പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ശനിയാഴ്ച പാലക്കാടെത്തി പരിപാടികളിൽ സജീവമാകാനാണ് ആലോചന. എന്നാൽ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും നിലപാട്. രാഹുൽ പൊതുപരിപാടികളിൽ സജീവമാകുന്നതിൽ എതിർ പാർട്ടികൾക്ക് മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് കാരണമായ ആരോപണങ്ങൾ ഉയരുന്നതിന് പിന്നാലെ ഇന്നാണ് രാഹുൽ ഒരു പൊതുവേദിയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ നിയമസഭയിലെത്തുന്നതിനെ പരസ്യമായി എതിർത്തിട്ട് പോലും ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഇന്ന് നിയമസഭയിലെത്തിയത്. അതേസമയം പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നിലപാട്. എന്നും പാർട്ടിക്ക് വിധേയനായാണ് പ്രവർത്തിച്ചത്. പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സസ്പെൻഷൻ കാലാവധിയിലുള്ള ഒരു പ്രവർത്തകൻ എങ്ങനെ പെരുമാറണമെന്ന് തനിക്കറിയാം. ഒരു നേതാവിനെയും കാണാൻ വ്യക്തിപരമായി ശ്രമിച്ചിട്ടില്ല. ആരോപണം വന്ന ദിവസം തന്നെ വിശദമായി മാധ്യമങ്ങളെ കണ്ട ആളാണ് താനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. എന്നാൽ ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ മറുപടി നൽകിയില്ല. അന്വേഷണം നടക്കുകയാണെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരാണ് അന്വേഷിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിയമസഭയിലെത്തിയത്. നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെ സഭ വിട്ടിറങ്ങിയ രാഹുൽ പിന്നീട് MLA ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു. സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് അംഗങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവഗണിച്ചപ്പോൾ ലീഗ് അംഗങ്ങൾ അടുത്തെത്തി കുശലം പറഞ്ഞു.